A+ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകാൻ ബിജെപിയിൽ നേതാക്കളുടെ മത്സരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ മണ്ഡലങ്ങളിലാണ് കൂടുതൽ നേതാക്കൾ താൽപര്യം പ്രകടിപ്പിക്കുന്നത്. തൃശൂരിൽ മത്സരിക്കാൻ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, ശോഭ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ എന്നിവർ താൽപര്യം അറിയിച്ചു. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ കെ സുരേന്ദ്രനെ കൂടാതെ പത്മജ വേണുഗോപാലും VV രാജേഷും തയ്യാറെടുക്കുന്നുണ്ട്. VS രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. 11 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയതാണ്, 8 മണ്ഡലങ്ങളിൽ രണ്ടാമതും. അതിൽ ചില മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഹയസ്റ്റായി നിൽക്കുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തുമ്പോൾ ആരൊക്കെയാണ് ആ മണ്ഡലങ്ങൾ നോട്ടമിടുന്നത്? സുജിയ, പ്രധാനപ്പെട്ട 11 മണ്ഡലങ്ങൾ സുജിയ സൂചിപ്പിച്ച പോലെ തന്നെയുണ്ട്. ഈ 11 മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതായിരുന്നു. ആ വിജയം ആവർത്തിക്കാൻ സാധിച്ചാൽ 11 MLA-മാരാണ് BJPക്ക്. അത്രയും മണ്ഡലങ്ങളിൽ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൗതുകമുള്ള മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. ഇതിനകം തന്നെ 4 നേതാക്കന്മാർ തൃശ്ശൂർ മണ്ഡലത്തിൽ താല്പര്യം അറിയിക്കുകയും അവിടെ സാധ്യത കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുൻ അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ തന്നെയാണ്. അദ്ദേഹം കോന്നിയിൽ മത്സരിച്ചിട്ടുണ്ട്, അദ്ദേഹം മഞ്ചേശ്വരത്ത് മത്സരിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ നല്ല വോട്ട് നേടിയിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഈഴവ മണ്ഡലം എന്ന അർത്ഥത്തിൽ കൂടി കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല.